നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. വല്ലപ്പുഴയിൽ പൊതു കളിസ്ഥലം ഒരുങ്ങുന്നു. ഇതിന്റെ നടപടികൾ പൂർത്തിയായി വരികയാണെന്ന് മുഹമ്മദ് മുഹസിൻ MLA അറിയിച്ചു. 50 ലക്ഷം രൂപ ഇതിനായി അനുവദിച്ചിട്ടുണ്ട്. പട്ടാമ്പി മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും പൊതു കളിസ്ഥലം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വല്ലപ്പുഴ പഞ്ചായത്തിലും കളിസ്ഥലം ഒരുക്കുന്നത്. വല്ലപ്പുഴ പഞ്ചായത്തിൽ കാഞ്ഞിരപ്പുഴ പദ്ധതിയുടെ ഭാഗമായി ദീർഘകാലമായി പൂട്ടിക്കിടന്നിരുന്ന കാര്യാലയത്തിന് മുന്നിലെ സ്ഥലത്ത് കളിസ്ഥലം നിർമ്മിക്കാനാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ നടപടികൾ പൂർത്തിയായതായി മുഹമ്മദ് മുഹസിൻ MLA അറിയിച്ചു. 50 ലക്ഷം രൂപ കളിസ്ഥലം നിർമ്മിക്കാനായി അനുവദിച്ചതായും MLA വ്യക്തമാക്കി. സാങ്കേതിക പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചാണ് ഇപ്പോൾ ഇവിടെ കളിസ്ഥലം ഒരുക്കുവാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. വല്ലപ്പുഴയിൽ കാഞ്ഞിരപ്പുഴ ഇറിഗേഷന്റെ സ്ഥലം അവിടെ കിടക്കുന്നുണ്ട്. അത് ഇറിഗേഷൻ അല്ലാതെ സ്പോർട്സിന് വേണ്ടി വിട്ടുകൊടുക്കാൻ പല സാങ്കേതിക തടസ്സങ്ങളുണ്ടായിരുന്നു. എന്നാൽ ആ തടസ്സങ്ങൾ പരിഹരിച്ചുകൊണ്ട് ആ സ്ഥലം സ്പോർട്സിന് വേണ്ടി വിട്ടുകൊടുത്തുകൊണ്ട് തൽക്കാലം അവിടെ ജനങ്ങൾക്ക് വേണ്ടി ഒരു ഗ്രൗണ്ട് യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമം നടത്തുകയാണ്. അതുമായി ബന്ധപ്പെട്ട യോഗം ഇവിടെ താലൂക്കിൽ വിളിച്ചു. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ ഉണ്ടായിരുന്നു മീറ്റിങ്ങിൽ. അപ്പോൾ അവിടെ 50 ലക്ഷം രൂപ MLA ഫണ്ടിൽ അവിടെ ഗ്രൗണ്ട് നിർമ്മിക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കാനും അതോടൊപ്പം ഇതിനു വേണ്ട അനുമതികൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനും വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അത് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ വല്ലപ്പുഴയിൽ ഏറ്റവും മികച്ച രീതിയിൽ ഫുട്ബോളിനൊക്കെ വലിയ പ്രാധാന്യം കൽപ്പിക്കുന്ന പ്രദേശമാണ് വല്ലപ്പുഴ. അവിടെ ഒരു ഗ്രൗണ്ട് കൂടി നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിയും. അപ്പം അതിനുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് ഫണ്ട് കൂടി 50 ലക്ഷം ലഭ്യമാക്കാൻ വേണ്ടി തീരുമാനിച്ചു. വല്ലപ്പുഴ പഞ്ചായത്തിൽ പൊതു കളിസ്ഥലം വേറെയില്ല. അതുകൊണ്ട് തന്നെ പൊതു കളിസ്ഥലം വേണമെന്നത് ഏറെക്കാലത്തെ ആവശ്യമാണ്. പൊതു കളിസ്ഥലം നിർമ്മിക്കാനായാണ് ഇപ്പോൾ കാഞ്ഞിരപ്പുഴ ജലസേചന പദ്ധതിയുടെ പഴയ കെട്ടിടത്തിന്റെ സ്ഥലം ഉപയോഗപ്രദമാക്കുന്നത്. സാമൂഹ്യ വിരുദ്ധരുടെ താവളമായിരുന്ന ഈ കെട്ടിടം കളിസ്ഥലം വരുന്നതോടെ പ്രദേശവാസികൾക്ക് ഉപകാരപ്രദമായി മാറുമെന്നാണ് കണക്കുകൂട്ടൽ. എടപ്പാൾ കണ്ടനകം ബീവറേജ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റിൽ മോഷണം. 1150 രൂപ വില വരുന്ന 2 ഇന്ത്യൻ നിർമ്മിത ഓൾഡ് മങ്ക് റമ്മാണ് മോഷണം പോയത്. തിങ്കളാഴ്ച രാത്രി 8:45-നും 9 മണിക്കും ഇടയ്ക്ക് കസ്റ്റമർക്ക് എടുത്തു കൊണ്ടുപോയി ബില്ലടിക്കാവുന്ന പ്രീമിയം കൗണ്ടറിൽ നിന്നാണ് മോഷണം പോയത്. മദ്യം വാങ്ങാൻ വന്നവരുടെയും ജീവനക്കാരുടെയും കണ്ണുവെട്ടിച്ച് മോഷ്ടാവ് മദ്യം അരയിൽ തിരികെ കൊണ്ടുപോവുകയായിരുന്നു. ജീവനക്കാർ സ്റ്റോക്ക് എടുക്കുന്ന സമയത്താണ് മോഷണ വിവരം ശ്രദ്ധയിൽപ്പെടുന്നത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ CCTV ദൃശ്യങ്ങളിൽ മോഷ്ടാവിന്റെ ദൃശ്യം കണ്ടെത്തി. ബുധനാഴ്ച രാത്രിയിലുണ്ടായ ഇടിമിന്നലിൽ ചാലിശ്ശേരി കവുക്കോട് തെങ്ങിന് തീപിടിച്ചു. തെക്കേക്കര പടിഞ്ഞാറേപ്പാട്ട് പ്രിയേഷിന്റെ വീട്ടുപറമ്പിലെ തെങ്ങാണ് മിന്നലേറ്റത്. ഇടിമിന്നലിൽ സമീപത്തെ പടിഞ്ഞാറേപ്പാട്ടെ ചന്ദ്രന്റെ വീട്ടിലെ വൈദ്യുത മീറ്ററും കത്തിനശിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാതല ക്രിക്കറ്റ് മത്സരം പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ സംഘടിപ്പിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാതല ക്രിക്കറ്റ് മത്സരമാണ് പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ വെച്ച് നടന്നത്. മത്സരത്തിൽ വാശിയേറിയ പോരാട്ടം കാഴ്ചവെച്ചു. 13 വർഷമായി തുടർച്ചയായി ഇത്തരത്തിൽ മേഖലാ കമ്മിറ്റികളെ ഉൾപ്പെടുത്തി മത്സരങ്ങൾ സംഘടിപ്പിച്ചു വരുന്നതായി ജില്ലാ പ്രസിഡന്റ് പ്രകാശ് സൂര്യ പറഞ്ഞു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 2012 തുടക്കം കുറിച്ച ജില്ലാതല ക്രിക്കറ്റ് മത്സരമാണ്. മേഖലകൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ജില്ലാ ക്രിക്കറ്റ് മത്സരം ഒരു സൗഹൃദ ക്രിക്കറ്റ് മത്സരമാണ്. ഫോട്ടോഗ്രാഫിയെ സ്നേഹിക്കുന്നവർ ക്രിക്കറ്റ് മത്സരത്തിലും സജീവമായി പങ്കെടുത്തുകൊണ്ട് ഞങ്ങൾ ഒരു വർഷക്കാലം എല്ലാ വർഷവും നടത്തുന്ന ക്രിക്കറ്റ് മത്സരമാണ്. അത് ഈ വർഷം പട്ടാമ്പിയുടെ സംസ്കൃത കോളേജിൽ വെച്ചാണ് നടക്കുന്നത്. ഭാരവാഹികളായ ബാബു അലിയാസ്, മുദ്ര ഗോപി, തനീഷ് എടപ്പലം, ഉണ്ണി ഡിസയർ തുടങ്ങിയവർ മത്സരത്തിന് നേതൃത്വം നൽകി. കശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട സഹോദരങ്ങൾക്ക് ആദരാഞ്ജലി അർപ്പിച്ചും മരിച്ചവരുടെ കുടുംബത്തിന് ഐക്യദാർഢ്യം അർപ്പിച്ചും ഹിന്ദു ഐക്യവേദി പട്ടാമ്പി താലൂക്കിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പടിഞ്ഞാറങ്ങാടി തൃത്താല റോഡിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം സെന്ററിൽ സമാപിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി രവീന്ദ്രൻ എറവക്കാട് സ്വാഗതം പറഞ്ഞു. ജില്ലാ വൈസ് പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് സെക്രട്ടറി സജീന്ദ്രൻ, പ്രശാന്ത് തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു. ധീരന്മാരാം പ്രിയരേ നിങ്ങളുടെ ധീരന്മാരാം പ്രിയരേ നിങ്ങളുടെ ധീരന്മാരാം പ്രിയരേ നിങ്ങളുടെ ധീരന്മാരാം പ്രിയരേ നിങ്ങളുടെ
ജീവിത പാതി പകുത്തുകൊടുത്ത ഞങ്ങളുടെ അരുമ സോദരിമാർ പ്രിയമുള്ളവരെ, കാശ്മീരിലെ ഈ 28 പേരുടെ പ്രാണൻ വെടിഞ്ഞ് നിഷ്ഠൂരമായി ഇസ്ലാമിക ഭീകരവാദികൾ വെടിവെച്ച് കൊന്നപ്പോൾ അതിനെതിരെ മെഴുകുതിരി കത്തിക്കാനോ ഒരു വാക്ക് പ്രതിഷേധിക്കാനോ ഈ നാട്ടിലെ ഇല്ലാത്ത മതവറിയന്മാരായിട്ടുള്ള മതേതരക്കാരെ നമ്മൾ കാണുന്നില്ല എന്ന യാഥാർത്ഥ്യം കൂടെ നമ്മൾ ഈ സമയത്ത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ബഹുമാനായ ഒരു മലരനുണ്ട്, ബലരാമൻ എന്ന പേര്. അവൻ പറഞ്ഞത് ഇത് മതപരമായി കാണരുതെന്ന. പ്രിയമുള്ളവരെ, അടിവസ്ത്രം ഉരിച്ചുകൊണ്ട് അവന്റെ മതം നോക്കി അവന്റെ മതം ചോദിച്ച് അവനെ കൊണ്ട് കലിമ ചെയ്യിക്കുന്ന ആ കലിമ ചെയ്യാൻ അറിയാത്ത പാവപ്പെട്ട ഹിന്ദുക്കളെ വെടിവെച്ച് കൊല്ലുമ്പോൾ മതമല്ലാതെ ഞങ്ങൾ എന്താണ് പറയേണ്ടതെന്ന് ബലരാമനോട് ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. പട്ടാമ്പി ബ്ലോക്ക് NCP നിയോജക മണ്ഡല കമ്മിറ്റി യോഗം സംഘടിപ്പിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി TN ശിവശങ്കരൻ യോഗം ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി ബ്ലോക്ക് NCP നിയോജക മണ്ഡലം കമ്മിറ്റി യോഗമാണ് കൊപ്പം നക്ഷത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി TN ശിവശങ്കരൻ യോഗം ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് വളരെ വൈവിധ്യങ്ങളുടെ ഒരു സ്ഥലമാണ് പാലക്കാട് കർഷകരും കർഷക തൊഴിലാളികളും ഒക്കെ നിറഞ്ഞു താമസിക്കുന്ന അവരുടെയൊക്കെ വിയർപ്പിന്റെ ഗന്ധമുള്ള മണ്ണാണ് പാലക്കാട്. ആ പാലക്കാടിനെ വർഗീയത കൊണ്ട് രണ്ട് ചേരിയാക്കി മാറ്റാനുള്ള സംഘടിതമായ ഒരു ശ്രമം നിർഭാഗ്യവശാൽ ചില കേന്ദ്രങ്ങളിൽ നിന്നുണ്ട്. അതിനെതിരായി ഈ ജില്ലയിലെ മതേതര മനസ്സുകൾ ഉണരണം, പ്രതികരിക്കണം എന്നാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പാലക്കാട്ടുള്ള പഴയകാല നേതാക്കന്മാരെ, നമുക്ക് പരിചയമുള്ള പഴയകാല നേതാക്കന്മാർ, ഇന്ന് ജീവിച്ചിരിക്കുന്നവരുമായ നേതാക്കന്മാരൊക്കെ തന്നെ തികഞ്ഞ ഗാന്ധിയന്മാരും സമാധാനത്തിനും മതേതരത്വത്തിനൊക്കെ വേണ്ടി ജീവിച്ചവരാണ്. ഇവിടെ ഗഡ്ഗേവാറിന്റെ പേര് ഒരു സ്ഥാപനത്തിന് ഇടാൻ മുനിസിപ്പാലിറ്റി തീരുമാനിക്കുമ്പോൾ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അത്തരം ഒരു തീരുമാനം ആ ഫോറത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ്. അങ്ങനെ ഒരു അജണ്ട വെച്ച് ഇങ്ങനെ ഒരു സ്ഥാപനത്തിന് ഇങ്ങനെ ഗഡ്ഗേവാറിന്റെ പേരിടുന്നുണ്ട് എന്നതിനെ സംബന്ധിച്ച് ഒരു ചർച്ച നടത്തി ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനമെടുത്തതായിരുന്നുവെങ്കിൽ അതിനെ സ്വാഭാവികമായും അതിലൊരു ന്യായം കണ്ടെത്താമായിരുന്നു. പ്രസിഡന്റ് P. സുന്ദരൻ അധ്യക്ഷത വഹിച്ചു. മെയ് 5 പാലക്കാട് കോട്ട മൈതാനത്ത് നടത്തുന്ന മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന LDF സർക്കാരിന്റെ 4ാം വാർഷികാഘോഷ പരിപാടിയിൽ 500 പ്രവർത്തകരെ പങ്കെടുപ്പിക്കാൻ യോഗം തീരുമാനിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി KP അബ്ദുറഹ്മാൻ, മുത്തപ്പൻ വാസുദേവൻ, C. ഷംസുദ്ദീൻ, K. ഇസ്മയിൽ, അലി പറമ്പിൽ, P. അമ്മു സുബ്രഹ്മണ്യൻ, K. ഷാഹുൽ ഹമീദ്, P. രാമൻ, MN സുരേന്ദ്രൻ, P. വേശുട്ടൻ, CP മണികണ്ഠൻ, E. രാജീവ്, ബാബു, V. പ്രസാദ്, P. മുസ്തഫ, റിയാസ് മാട്ടായ, T. ചന്ദ്രബാബു, C. അനൂഫ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. പരുതൂർ പഞ്ചായത്തിൽ വിരിപ്പ് കർഷകർക്ക് നെൽവിത്ത് വിതരണം തുടങ്ങി. 3540 കിലോ നെൽവിത്താണ് നൽകുന്നത്. പരുതൂർ പഞ്ചായത്തിൽ 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വിരിപ്പ് കർഷകർക്ക് നെൽവിത്തുകൾ വിതരണം ചെയ്തത്. 3540 കിലോ നെൽവിത്തുകളാണ് നൽകിയത്. 1,59,300 രൂപയാണ് ഇതിനായി നീക്കിവെച്ചത്. വിത്തിന്റെ വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയ നിർവഹിച്ചു. പരുതൂർ ഗ്രാമപഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒന്നാം വിളക്ക് നെൽവിത്ത് വിതരണ ഉദ്ഘാടന പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. 2025-26 ഈ ഏപ്രിൽ മാസം മുതലാണ് ആരംഭിക്കുന്നത്. സ്ഥിരം സമിതി അധ്യക്ഷൻ NP ഹസൻ അധ്യക്ഷനായി. വഹീദ ജലീൽ, രജനി ചന്ദ്രൻ, ശിവശങ്കരൻ, കൃഷി ഓഫീസർ ജസ്ബീർ തുടങ്ങിയവർ സംസാരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൂറ്റനാട് യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗം സംസ്ഥാന വൈസ് പ്രസിഡന്റും പാലക്കാട് ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KR ബാലൻ അധ്യക്ഷത വഹിച്ചു. TP ഷക്കീർ വാർഷിക റിപ്പോർട്ടും PV സുധീർ വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു. ചർച്ചകൾക്ക് ശേഷം റിപ്പോർട്ടും കണക്കും പാസാക്കി. ജില്ലാ ജനറൽ സെക്രട്ടറി KA ഹമീദ്, വൈസ് പ്രസിഡന്റ് മുസ്തഫ മുലയങ്കാവ്, ജില്ലാ സെക്രട്ടറി പ്രിജിത്ത്, സംസ്ഥാന കൗൺസിലർ ഷമീർ വൈക്കത്ത്, മുജീബ് റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു.
ഇന്ത്യ രാജ്യത്തിന്റെ നെറുകയിൽ തറച്ച വെടിയുണ്ടകൾക്കെതിരെ തിരിച്ചടിക്കാൻ സൈന്യത്തിന് പിന്തുണയെന്ന യൂത്ത് കോൺഗ്രസ്. പഹൽഗാം രക്തസാക്ഷികളുടെ ഓർമ്മകൾക്ക് മുന്നിൽ തിരിതെളിയിച്ച് അനുശോചനം രേഖപ്പെടുത്തിയാണ് യൂത്ത് കോൺഗ്രസ് തൃത്താല നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസ്താവന നടത്തിയത്. നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി എം നഹാസ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒ കെ ഫാറൂഖ്, സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എം പി സുബ്രഹ്മണ്യൻ, ജില്ലാ ഭാരവാഹികൾ, മറ്റ് നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഐക്യവും നിലനിർത്താനും വേണ്ടി ഞാൻ എന്റെ പങ്ക് വഹിക്കും. ജമ്മു കശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾക്ക് ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. മാനവ സൗഹൃദവും ഇന്നലെ വൈകുന്നേരം നമ്മളെല്ലാവരും അറിഞ്ഞത് ഇന്ത്യയുടെ യശസ്സിന് കോട്ടം തട്ടുന്ന രൂപത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ഇന്നലെ കാശ്മീരിൽ സംഭവിച്ചത്. നമ്മളെല്ലാവരും ഈ രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി ഈ നാട്ടിൽ ജീവിക്കുമ്പോൾ തോക്കെടുത്തുകൊണ്ടുള്ള ഭീകരവാദികൾ, ആ ഭീകരവാദികൾക്ക് മതമോ ജാതിയോ വർണ്ണമോ. ഇതോടെ നെളിയോർ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.